വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 19 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വിവാഹമോചനത്തെ സംബന്ധിച്ച് ഈ വാക്കുകൾ അവസാനിപ്പിച്ച ശേഷം യേശു ഗലീല വിട്ട് ജോർദാന് അക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവൻ അവിടെ വച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഫരിസേയർ അടുത്തുവന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, എന്തെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ. അവർ അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷാപാത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചതെന്തുകൊണ്ട്? അവൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരസംഗം മൂലം അല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതെങ്കിൽ വിവാഹം ചെയ്യാതിരിക്കുന്നതാണല്ലോ ഭേദം. അവൻ പറഞ്ഞു, കൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡനായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെട്ടവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കാൻ കഴിയുള്ളവൻ ഗ്രഹിക്കട്ടെ. ദൈവിക പദ്ധതിയിൽ ഭാഗഭാക്കാവുക എന്നതാണ് മാനുഷിക ധർമ്മം. വിവാഹത്തെയും വിവാഹബന്ധത്തെയും സംബന്ധിച്ച് യേശുവിന്റെ നിലപാടുകള് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ചോദ്യകർത്താക്കൾക്ക് ഉണ്ടായിരുന്നത്. ചോദ്യകർത്താക്കളുടെ ചോദ്യത്തിന് യേശുവിന്റെ സമഗ്രമായിട്ടുള്ള ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയം. യേശു വ്യക്തമാക്കുന്നു, വിവാഹവും വൈവാഹിക ബന്ധങ്ങളും ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. അത് മനുഷ്യന്റെ ആസൂത്രണമോ പദ്ധതിയുടെ ഭാഗമോ അല്ല. ദൈവികമായിട്ടുള്ള അനന്ത ബോധജ്ഞാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു സ്ഥായി ആയിട്ടുള്ളൊരു പദ്ധതിയാണ് വിവാഹം. അതുകൊണ്ട് സാമാന്യം മനുഷ്യൻ ചെയ്യേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയിൽ മനുഷ്യൻ ഇടപെട്ട് അലങ്കോലപ്പെടുത്തരുത്. ആ പദ്ധതിയുടെ സഹകാരികളായി ഉപഭോക്താക്കളായി ദൈവത്തിനോട് സഹകരിച്ച് അത് ജീവിതത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്നാണ് യേശുവിന്റെ ഉത്തരത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ആശയം ഉൾത്തിരിഞ്ഞു വരുന്നത്. ദൈവിക പദ്ധതിയെ ഒരു തരത്തിലും മനുഷ്യന് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നും അതിന്റെ മുഖ്യ കർത്താവ് ദൈവം തന്നെയാണ്, അതിൽ മനുഷ്യൻ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുക എന്നുള്ളതാണ് ഈ പദ്ധതിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ. എന്നാൽ അതേസമയം തന്നെ ദൈവത്തിന് ചിലരെ പറ്റി വ്യത്യാസപ്പെട്ട പദ്ധതികളും ഉണ്ടാകാം. എല്ലാവർക്കും വിവാഹവും വൈവാഹിക ബന്ധങ്ങളും അല്ല നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ദൈവിക പദ്ധതി വ്യത്യാസപ്പെട്ട തലങ്ങളായിരിക്കാം. ആ തലങ്ങളിൽ കൂടെ ചരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളും
ദൈവത്തിന്റെ പദ്ധതിയോട് പൂർണ്ണമായ രീതിയിൽ സഹകരിച്ച് ജീവിതത്തിൽ വിജയം വരിക്കുക, ജീവിതത്തെ ധന്യമാക്കുക എന്നുള്ളതാണ് സൃഷ്ടിയായിട്ടുള്ള മനുഷ്യനിൽ നിന്ന് സൃഷ്ടാവായിട്ടുള്ള ദൈവം പ്രതീക്ഷിക്കുന്നത് എന്ന ഉത്തരമാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്കായിട്ട് നൽകുന്നത്.